ഹായ്, ഹലോ, അസ്സാം വലൈക്കും. ഇന്നൊരു വല്ലാത്ത മടി പിടിച്ചൊരു ദിവസമായിരുന്നു. ഉച്ചയ്ക്ക് ഞാനൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. രാവിലെ ഇഡ്ഡലിയും സാമ്പാറാണ് ഉണ്ടാക്കിയത്. അത് ഉച്ചയ്ക്കും അത് തന്നെ ഞങ്ങൾ കഴിച്ചു. അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രിത്തേക്ക് എന്തെങ്കിലും നിർബന്ധമായും ഉണ്ടാക്കിയേ പറ്റുള്ളൂ. നല്ല മടിയുള്ളത് കൊണ്ട് പെട്ടെന്ന് തീരുന്ന എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് വിചാരിച്ച് പുട്ടും പയറും പപ്പടം ഉണ്ടാക്കാമെന്ന് കരുതി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല. പക്ഷെ മോൻ അത് കഴിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവനത് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡല്ല. ഉണ്ടാക്കി കൊടുത്താൽ വേണ്ടാന്നൊന്നും പറയില്ല, കഴിച്ചോളും. പക്ഷെ അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മസാല പുട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവനത് ഇഷ്ടമാണ്, ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. ഞങ്ങൾക്ക് പുട്ടും പയറും പപ്പടവും ഉണ്ടാക്കി അവന് മസാല പുട്ടും ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചു. പുട്ടും പയറും പപ്പടവും അവൻ കഴിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് അവന് അത്ര ഇഷ്ടമല്ല, അതെനിക്കറിയാം. അത് ഉണ്ടാക്കി കൊടുത്താൽ എനിക്കിഷ്ടമല്ല, എന്തിനുണ്ടാക്കിയത്, എനിക്കിത് വേണ്ട, അങ്ങനെയൊന്നും പറയൂല. അതുകൊണ്ട് തന്നെ അവനിഷ്ടമുള്ളത് കൂടി ഉണ്ടാക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെയൊന്നും പറയാത്തത് കൊണ്ട്. വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഒരേ ഒരു സവാള മാത്രമാണ് ആകെ ഉണ്ടായിരുന്നത്. മുമ്പൊക്കെ തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ സാധനങ്ങൾ വാങ്ങി വെക്കുമായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് അങ്ങനെ പറ്റാറില്ല. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവൻ ഇടയ്ക്ക് വന്നിരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ അമ്മ ഉണ്ടാക്കാൻ പോണേന്ന്. ഞാൻ പറഞ്ഞു, പപ്പാക്കും ഉമ്മാക്കും പുട്ടും പയറും പപ്പടവും, നിനക്ക് മസാല പുട്ടും ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സാരമില്ല അമ്മ, എനിക്ക് പുട്ടും പയറും പപ്പടം മതി, ഞാൻ അത് തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെ ഇപ്പം കഴിക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതിവിടെ വെച്ച് നിർത്തിയേനെ. എനിക്ക് വേണ്ട, പുട്ടും പയറും പപ്പടം വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിവിടെ വെച്ച് നിർത്തിയിട്ട്, അങ്ങനെയെങ്കിൽ നീ കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയേനെ. പക്ഷെ അവൻ അത് കഴിച്ചോളാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് മാത്രമല്ല, അവൻ ചെന്നൈയിലാണ്, ഇവിടെ നാട്ടിലില്ല, ഇടയ്ക്ക് വന്നു പോകുന്നതാണ്. അവൻ മിക്കവാറും ഉണ്ടാക്കിയാണ് അവൻ്റെ ഫുഡ് കഴിക്കാറ്. ചില ദിവസങ്ങളിൽ മാത്രമേ പുറത്തുനിന്ന് വാങ്ങാറുള്ളൂ. അവൻ എത്ര തന്നെ ഉണ്ടാക്കിയാലും അവന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ആവില്ലല്ലോ. അവൻ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. പുറത്തുള്ള ഭക്ഷണം അവൻ അങ്ങനെ ഇഷ്ടമല്ല. ഇനി അഥവാ ഇഷ്ടമാണെങ്കിൽ തന്നെ അങ്ങനെ വാങ്ങി കഴിക്കാനും പറ്റാറില്ല. അവന് കിട്ടുന്നത് മുഴുവനും ഹോട്ടലിൽ കൊടുക്കാനേ തികയത്തുള്ളൂ. വേറെ നാട്ടിൽ തനിച്ചു പോയി താമസിച്ച് എനിക്ക് വളരെ വിഷമമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അത് നല്ലതാണെന്ന്. കാരണം അവനിപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പം ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ വന്നിട്ടുണ്ട്. മുമ്പ് അവൻ്റെ മുറിയിൽ കയറി ചെന്നാൽ മൊത്തം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും. ഇപ്പം അങ്ങനെയൊന്നുമല്ല, എല്ലാം അടുക്കി പറക്കിയൊക്കെ വെക്കും. എപ്പോഴും തൂത്തുവാരും. എനിക്ക് വീട്ടിൽ അടുക്കളയിൽ വന്ന് പാത്രങ്ങളൊക്കെ കഴുകി തരും. അവൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാനൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. അവനിവിടെ വന്നാൽ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഉണ്ടാവും. രാത്രി കാലങ്ങൾ മാത്രം ചില സമയങ്ങളിൽ കൂട്ടുകാരൊക്കെ വരും, അവരുടെ കൂടെ പുറത്തു പോകും. അന്നും ഇന്നും ഒരു കാര്യത്തിൽ മാത്രം ഒരു മാറ്റവും വന്നിട്ടില്ല. എപ്പോഴും കൂട്ടുകാർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞ് മറ്റുള്ളവരുള്ളൂ. പക്ഷേ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം നല്ല കുട്ടികളാണ്. അവന് 3-ാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ചവരാണ്, പ്ലസ് ടു വരെ. എല്ലാ കുട്ടികളും ഡോക്ടേഴ്സാണ്. 1-2 പേര് മാത്രമേ ഉള്ളൂ എൻജിനീയറിങ്ങും ഹോം സയൻസും ഒക്കെ എടുത്തവർ. ഇവന് മെഡിസിന് കിട്ടിയിട്ട് പോയില്ല. ആനിമേഷനായിരുന്നു താല്പര്യം. അത് പഠിച്ചതിന് ശേഷം ചെന്നൈയിലെ VFXൽ കയറി. ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നു. 2-3 ദിവസം കൂടി കാണും, അത് കഴിഞ്ഞ് അവൻ തിരിച്ചു പോവും. തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് 2-3 ദിവസത്തേക്ക് വലിയ പാടാണ്. ഞാനൊന്ന് ശരിയായി പഴയതുപോലെ ആയി വരുമ്പോഴേക്കും അവൻ വീണ്ടും വരും. ഇപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംസാരിച്ച് പൊട്ട് റെഡിയായി. ഒരു പീസ് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, അതിലാണ് ഞാൻ ഈ മസാല പൊട്ട് റെഡിയാക്കിയത്. ചിക്കനിൽ മാത്രമല്ല, മട്ടനിലും ചെയ്യാം.
മീനിൽ ചെയ്യാം. നെയ്മീൻ, ചൂര, കൊഞ്ച്, കണവ എന്തിൽ വേണമെങ്കിലും ഈ മസാലപ്പുട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. എത്രയും പെട്ടെന്ന് പുതിയൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ബായ്.